മുട്ടക്കറിയുടെ റെസിപ്പി വേണ്ടേ? ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവ കുറച്ച് ഉപ്പ് കൂടെ ചേർത്താണ് വഴറ്റുന്നത്. 2 സവാള ചേർത്തിട്ടുണ്ട്. വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വാടി വരണം. ആ സമയത്ത് നമ്മൾ തക്കാളി കൂടി ചേർത്ത് 2 തക്കാളി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ ഈ തക്കാളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച്, വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ തക്കാളി നന്നായി വെന്ത് വരും. വെന്ത് വരുമ്പോൾ നന്നായി ഉടച്ചു കൊടുക്കുക. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ആദ്യം ഇഞ്ചി വഴറ്റുമ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയ്ക്ക് വരയിടണമെങ്കിൽ വരയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ വേറൊരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അന്നത്തെ എൻ്റെ കറി കണ്ട് റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.